എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബൈജു ഐബി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തെങ്ങിലുണ്ടാകുന്ന ചെമ്പൻ ചെല്ലീനെ നമുക്ക് എങ്ങനെ അകറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ മുറിച്ചതാണ്. ഈ തെങ്ങ് മുറിച്ച് മരുന്ന് വെച്ചതാണ്. ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മരുന്ന് വെച്ചതാണ് അതിൻ്റെ മണ്ട. അതുപോലെ തന്നെ ഇപ്പോഴും ഈ തെങ്ങ് പിന്നും ഇതിൽ ചെമ്പൻ ചെല്ലി വീണിട്ടുണ്ട്. അപ്പം ചെമ്പൻ ചെല്ലി എന്ന് പറഞ്ഞാൽ ഇത് മണ്ടയിൽ കയറിയിട്ട് ഇതിഞ്ഞ് താഴ്പോട്ട് പോകും. താഴ്പോട്ട് ഇറങ്ങിയിട്ട് അവിടെ ഇരുന്ന് മുട്ടയിട്ടിട്ട് അത് പുഴുവായി മാറും. ആ പുഴു ഇഞ്ഞ് താഴോട്ട് തിന്ന് വരും. അതിനനുസരിച്ച് നമുക്ക് മുകളിൽ പിന്നെ ഇതിൻ്റെ വേസ്റ്റുകൾ കുറച്ച് കിട്ടും. അത് നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ തെങ്ങ് അങ്ങ് തിന്നിട്ട് നമ്മൾ പുറമേ കാണത്തില്ല, അകം കൊണ്ട് മൊത്തം തിന്നിട്ട് ഇതങ്ങ് മറിഞ്ഞു പോകും. ഒരു സുപ്രഭാതത്തിൽ ഈ തെങ്ങ് അങ്ങ് മറിഞ്ഞു വീഴും. ഇതിന് ഞാനൊരു മരുന്ന് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ മണ്ട തിന്നിട്ടുള്ള വേസ്റ്റാണ്. ഇത് മണപ്പിച്ച് നോക്കിയാൽ വല്ലാത്ത സ്മെല്ലാണ്. ഇതിൻ്റെ മുകൾ ഭാഗം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഓലയൊക്കെ മുറിച്ച് മാറ്റി, ഇത് തുടക്കമായതുകൊണ്ട് നമുക്ക് മുകളിൽ തന്നെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മെഡിസിൻ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് പട്ടിക്ക് ചെള്ളിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിനാണ്. ഇത് സാധാരണ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ കിട്ടുന്നതാണ്. ഇത് വളരെ സക്സസ് ആയ ഒരു മരുന്നാണ്. നേരത്തെ ഞാൻ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു മെഡിസിനാണ്. 5 മില്ലി എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൻ്റെ ബോട്ടിലിൽ ഒഴിക്കുക. ബാക്കി വെള്ളവും കൂടി ചേർത്ത് കുലുക്കിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ വൃത്തിയാക്കിയിട്ട്, അപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ നിന്ന് അങ്ങ് താഴോട്ട് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് ഒത്തിരി നല്ല സ്മെല്ലാണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെങ്കിലും ചാവും. ഇത് ഒരു 2 ആഴ്ച, ഇനി ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. തെങ്ങിൻ്റെ എല്ലാ ഭാഗത്തും അതങ്ങ് നല്ല രീതിയിൽ അങ്ങ് ഒഴിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും വീട്ടിൽ തെങ്ങുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയും വീണ്ടും കാണാം. ഗുഡ് ബൈ.